ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും കുക്കു ക്ലോക്കിന്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം 1 മണിയാകാന് നമുക്ക് 1-2 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ. ഇപ്പൊ കുക്കു ഇറങ്ങി വരും അതിനകത്തുനിന്ന് ഡോറ് തുറന്നിട്ടേ. അപ്പൊ നമുക്ക് നോക്കിയിരിക്കാവേ. അപ്പൊ നിങ്ങളെ കൂടെ ഞാനത് കാണിച്ചു തരാം. ഹായ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുക്കു ക്ലോക്ക് വേൾഡിലെ ഏറ്റവും വലിയ ക്ലോക്ക് കുക്കു ക്ലോക്കിൻ്റെ അടുത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു വീടിൻ്റെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നമുക്കൊരു ചെറിയ ഡോറ് പോലെ കാണാം. അതിനകത്തു നിന്നാണ് ഈ കുക്കു എന്ന് പറഞ്ഞ ഒരു പക്ഷി, അത് എന്ത് പക്ഷിയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഇറങ്ങി വന്ന് നമുക്കിപ്പോൾ 1 മണിയാണെങ്കിൽ 1 ബെല്ലടിക്കും, 2 മണിയാണെങ്കിൽ 2 ബെല്ലടിക്കും, അങ്ങനെ ബെല്ലടിക്കും. ഇപ്പം നമുക്ക് കാണാം ഒരു തടി ഇങ്ങനെ തൂക്കിക്കടി. ഇത് മൊത്തം തടിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പെൻഡുലം പോലെ നമുക്ക് ആടുന്നത് കാണാം. അതുപോലെ ഇതിനകത്തെ ഫംഗ്ഷൻ, ഈ ചക്രം കറങ്ങുന്നുണ്ടല്ലോ, ഇതിനകത്തെ ഫംഗ്ഷനെല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കയറി പോകുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ മൊത്തം കടകളാണ്. അതുകൂടാതെ ഇവിടെ ഒരു എൻട്രി വെച്ചിട്ടുണ്ട്. ആ എൻട്രി കൂടെ പോയി കഴിയുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ക്ലോക്കുകളും അതിൻ്റെ എൻജിനുകളും കാണാൻ പറ്റുവേ. അപ്പം നമ്മൾ അതിനകത്തോട്ട് കയറി പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ അകത്തോട്ട് പോവുകയാണ്. ഇതിനകത്ത് കയറുന്നതിന് 3 യൂറോയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അപ്പം നമ്മളുടെ കയ്യിൽ കോയിൻ ഇല്ലായിരുന്നു. കോയിൻ വഴിയേ നമുക്കത് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കോയിൻ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവർ കോയിനായിട്ട് തരുന്നതാണ്. ഇപ്പം നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കാണുന്നതായിട്ട്, അവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. നമുക്ക് ഇതിലൂടെ കയറാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ കോയിൻ ഇല്ല. അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേൾഡസ്റ്റ് ബിഗ്ഗസ്റ്റ് കുക്കു ക്ലോക്ക് എന്ന്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഇവിടെയുള്ള ഷോപ്പുകളാണ്. ഈ ഷോപ്പുകളിലെല്ലാം ഈ കുക്കു ക്ലോക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ ഇതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ്. ഇവിടെ നിന്നുള്ള തേന്, അങ്ങനെ കുറച്ച് സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇനി നമ്മൾ നടന്നു പോകുന്നത് ഇതിൻ്റെ എൻഡ് ഭാഗത്തോട്ടാണ്. എൻഡ് ഭാഗത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ ക്ലോക്ക് കാണാം. അത് ഈ കുക്കു ക്ലോക്കിൻ്റെ അതേ സെയിം രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഭിത്തിയിൽ. ഇപ്പം നമുക്കവിടെ ഒരു ചെറിയൊരു റെഡ് കളറിലുള്ള ബോക്സ് കാണാം. അവിടെ നമ്മൾ ഒരു 50 ഇത് പൈസ ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂറോ ഇടുവാണെങ്കിൽ നമുക്ക് ഈ കുക്കു ഇറങ്ങി വന്നിട്ട്, ഈ പക്ഷി ഇറങ്ങി വന്നിട്ട് ശബ്ദം ഉണ്ടാക്കി ബെല്ലടിക്കും. പലർക്കും അറിയായിരിക്കും ഈ കുക്കു ക്ലോക്ക് എന്താണെന്ന്. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, പണ്ട് തൊട്ടേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു കുക്കു ക്ലോക്ക് മേടിക്കണമെന്ന്. ആ ഒരു ആഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ക്ലോക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇത് ഈ കുക്കു ക്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡ് മെയ്ഡാണ്. അതുകൂടാതെ തടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു രൂപം ഇവിടെ കാണിച്ചേക്കുന്നതാണ്. ഒരു മനുഷ്യനെ വെച്ചിട്ട് അവരത് കാണിച്ചിരിക്കുന്നതാണ്. പലതരത്തിലുള്ള ക്ലോക്കുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ക്ലോക്കുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ കുക്കു ക്ലോക്കിനകത്ത് ഈ പക്ഷിയാണ്, ഈ 2 പക്ഷി ഇറങ്ങി വരുന്നതുകൊണ്ട് 1 പക്ഷി ഇറങ്ങി വരുന്നതുകൊണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു കവർ ഇരിപ്പുണ്ട്. ഇത് ഞങ്ങളുടെ ഒത്തിരി നാളത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഇതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ പോയപ്പോൾ ഒരു കുക്കു ക്ലോക്ക് മേടിച്ചു. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നല്ലതായിട്ട് ഭദ്രമായിട്ട് നമുക്ക് പാക്ക് ചെയ്താണ് തന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ കവർ തുറന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരു പേപ്പറാണ്, മാനുവൽ. അതിനകത്ത് 5 തരത്തിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ ഫ്രഞ്ച് ഉണ്ട്, പിന്നെ ജർമ്മൻ ഉണ്ട്. അങ്ങനെ 5 ലാംഗ്വേജിൽ അവരതിനെക്കുറിച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. അങ്ങനെ ഒരു മാനുവലാണ് ആദ്യമേ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഓരോരോ പാർട്സ് ആണ്. അത് കറക്റ്റായിട്ട് ഒരു പേപ്പറിനകത്തൊക്കെ നന്നായിട്ട് പൊതിഞ്ഞാണ് അവർ വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ക്ലോക്കിനെ ഇങ്ങോട്ട് എടുക്കാം പതുക്കെ. ഇതുണ്ടോ, ഇതാണ് ക്ലോക്ക്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഈ കുക്കു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. പിന്നെ അതിൻ്റെ 2 പെൻഡുലം, പണ്ടത്തെ ക്ലോക്കുകൾക്കൊക്കെ പെൻഡുലം ഉണ്ടായിരുന്നല്ലോ. ഇതുണ്ടോ, ഇത് ചെമ്പാണ്. ഉണ്ടോ, ഈ ഓരോന്നിങ്ങനെ പേപ്പറിനകത്ത് ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഇതിന്റെ ഓരോരോ പാർട്സുകളാണ് കേട്ടോ. ഇതൊരു പാർട്സ്. ഇത് ക്ലോക്കിന്റെ മുകളിലായിട്ട് വരുന്നതാണ്. ഇത് അടുത്തൊരു പാർട്സ്.
ഇത് ബാറ്ററി അല്ല, അവിടെ ആണെങ്കിൽ ബാറ്ററിയുടെ ഉണ്ട്, അതുപോലെ മെക്കാനിസത്തിന്റെ ഉണ്ട്, മെഷീൻ ടൈപ്പും ഉണ്ട്. നമ്മൾ മേടിച്ചിരിക്കുന്നത് ഒറിജിനൽ മെക്കാനിസത്തിന്റെ ക്ലോക്കാണ് കേട്ടോ, മെഷീന്റെ ഒരു ക്ലോക്കാണ്. ഇതിന് ഇച്ചിരി വില കൂടുതലാണ്, ബാറ്ററിക്ക് ഇച്ചിരി വില കുറവാണ്. ഇനി ഇത് നിങ്ങളെ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഈ ക്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ടൈപ്പും ഉണ്ട്, ബാറ്ററി ടൈപ്പും ഉണ്ട്. അപ്പം ഇലക്ട്രിക് ടൈപ്പിന് കുറച്ച് പൈസ കൂടുതലാണ് കമ്പയർ ടു ബാറ്ററി ടൈപ്പിന്. ഇപ്പോൾ ഇവിടെ ക്ലോക്കിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10,000 രൂപ തൊട്ട് 15 ലക്ഷം രൂപ വരെ അടുത്ത് വരുന്ന ക്ലോക്കുകൾ ഇവിടെയുണ്ട്. നമുക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി. നമ്മൾ ഈ പെൻഡുലം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഒരു പെൻഡുലം കാണുമായിരുന്നില്ല, ആ പെൻഡുലമാണ് ഈ കാണുന്നത്. അതുപോലെ ഈ ക്ലോക്കിൻ്റെ ഈ മെഷീൻ്റെ ഒരു മാതൃക അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുകൊണ്ട് ഒരു വലിയൊരു മെഷീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പഴയ ഒരു ഇതാരാന്നൊന്നും എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പഴയ കാലത്തെ ക്ലോക്കുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു കബോർഡിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി മുമ്പ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, നമ്മൾ പൈസ ഇട്ടിട്ട് കയറിപ്പോയി കാണണമെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണ്. അത് നമ്മൾ കടയ്ക്കകത്തൂടെ അവിടെ വേണമെങ്കിലും നമുക്ക് പേ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആ കടയ്ക്കകത്ത് പേ ചെയ്തിട്ട് അതിലൂടെ ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇതുകൊണ്ടോ ഈ ഇരിക്കുന്ന ക്ലോക്കിനൊക്കെ 5.5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ അത്രയാണ് ഇതിൻ്റെയൊക്കെ പൈസ. ഇത് പണ്ട് കാലത്ത് ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇത്രയും വലുതല്ല, ചെറിയ ക്ലോക്കുകളായിരുന്നു. പക്ഷേ ഈ ഇരിക്കുന്ന ക്ലോക്കിനൊക്കെ ഭയങ്കര പൈസ, 5.5 ലക്ഷം 6 ലക്ഷം. എനിക്ക് തോന്നുന്നത് ഒരു 50,000 താഴെ ഇല്ല ആ തരത്തിലുള്ള ക്ലോക്കുകളൊന്നും. ഇതെല്ലാം തന്നെ ഹാൻഡ് മെയ്ഡാണ്. ഇത് ബാറ്ററി ടൈപ്പും അല്ല, ഇത് മെഷീൻ ടൈപ്പാണ്. ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ടൈപ്പാണ് ക്ലോക്കുകളാണ്. നല്ല ഭംഗിയുണ്ട് ഈ ക്ലോക്കുകളൊക്കെ കാണാൻ വേണ്ടി തന്നെ. പല കളറിലും, സിൽവർ കളറും റെഡ് കളറും അതുപോലെ തടിയുടെ കളറും അങ്ങനെ പലതരത്തിലുള്ള കളറിലുള്ള ക്ലോക്കുകളുണ്ട്. ഈ ഇരിക്കുന്ന ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം രൂപ അടുത്ത് വരുന്നതാണ്. ഇതുകൊണ്ടോ ഒരു ഗ്ലോബിൻ്റെ സ്റ്റൈലിലാണ് അതിരിക്കുന്നത്, ഗ്ലോബൽ ഒരു പാത്രത്തിൻ്റെയൊക്കെ സ്റ്റൈലിൽ. ഇവിടെയൊക്കെ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വിലയുണ്ട്. ഒരു ചെറിയ സാധനത്തിന് പോലും 5 യൂറോ 6 യൂറോ അത്രയും വില വരുന്നുണ്ട്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. തുണി കൊണ്ടും അതുപോലെ വേറെ ഈ തടി കൊണ്ടും അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ടും അവിടെയുള്ളത്. ഞങ്ങൾ അവിടെയെല്ലാം കയറി കണ്ടു. അതുപോലെ ഇരിക്കുന്ന കാറുകൾ, ഈ കാറുകൾക്കൊക്കെ ആണെങ്കിൽ പോലും ഒരു 100 യൂറോ അത്രയും പൈസ വരുന്നുണ്ട് ഈ കാറുകൾക്കൊക്കെ. നല്ല രസമുണ്ട്, എല്ലാം ഭംഗിയുണ്ട്, നന്നായിട്ട് കാണാൻ വേണ്ടി എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലോക്ക് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇത് ക്ലോക്കിൻ്റെ എഞ്ചിനാണ്. ഈ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ മേടിക്കുന്ന ഈ ക്ലോക്കിനകത്തൊക്കെ ഉള്ളത്. ഈ ക്ലോക്കിനകത്തും ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഇങ്ങനത്തെ എഞ്ചിനാണ് ഈ ക്ലോക്കിനകത്തെല്ലാം ഉള്ളത്. അപ്പം അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പെൻഡുലം എങ്ങനെയാണ് ആടുന്നതും ഇതെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പ്രത്യേകമായിട്ട് അതിന് മുകളിൽ നിന്ന് കാണാനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോയി അവിടെ നിന്ന് കാണാം. അത് 20 പേര് കൂടുതൽ കയറരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട്. ഇതുണ്ടോ അതിൻ്റെ പെൻഡുലം ആടുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എഞ്ചിൻ, ആ കറക്റ്റായിട്ടുള്ള എഞ്ചിൻ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്.